ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും STOD ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു 5.1 ഡിജിറ്റൽ ആംപ്ലിഫയറിൻ്റെ റീവർക്കിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതായത് റീവർക്ക് ചെയ്യുന്ന വീഡിയോ അല്ല, റീവർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിവ്യൂ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 2 മാസമായി കാണും വീഡിയോസും ചെയ്തിട്ടില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് വീഡിയോസും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഞാൻ മുന്നത്തെ വീഡിയോയിലും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുള്ളത്. പക്ഷെ നമ്മുടെ ഒരു സാഹചര്യങ്ങൾ കാരണം കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ സെലക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആംപ്ലിഫയറെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ഈ ചാനലിൽ കിടക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒന്ന് കയറി കാണുക. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് റീവർക്കിന് കിട്ടിയിട്ടുള്ള ആംപ്ലിഫയർ. ഇതിപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ആംപ്ലിഫയർ ആണ് ഇപ്പോൾ ഇത്. ഇതിലുള്ള ബോർഡുകളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ പഴയ ബോർഡുകളായിട്ട് 1-2 ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം പുതിയതാണ്. ആദ്യമായിട്ട് ട്രാൻസ്ഫോമർ 27 10 ആംപയർ, അതിൻ്റെ പവർ സപ്ലൈ, പിന്നെ ഇത് അതിൻ്റെ സബ്വൂഫർ ബോർഡ്, പിന്നെ 5 ചാനൽ ബോർഡ്, സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്, ഇതൊക്കെ പുതിയത് വെച്ചതാണ്. ഇതിൽ പഴയതായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു റിമോട്ട് കിറ്റും പിന്നെ ഈ കാണുന്ന ഒരു ടൊറോയിഡൽ ട്രാൻസ്ഫോമറിനുണ്ട്. ഈ റിമോട്ട് കിറ്റും ആ ടൊറോയിഡൽ ട്രാൻസ്ഫോമറും മാത്രമാണ് നമ്മൾ വേറെ പഴയത് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം പുതിയതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് ഒന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് റീവർക്കിന് തരുന്നതിന് മുമ്പ് ഈ ആംപ്ലിഫയറിൻ്റെ ഉൾവശത്ത് ഉണ്ടായിരുന്നത്. അതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു TDA 2030 5 ചാനൽ ബോർഡും ഒരു 4 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു ബോർഡ് സബ്വൂഫറിനും ആണ് അതിലുണ്ടായിരുന്നത്. പിന്നെ ഒരു റിമോട്ട് കിറ്റ്, ആ റിമോട്ട് കിറ്റ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സബ്വൂഫർ ഫിൽറ്റർ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സറൗണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. മുമ്പ് എനിക്ക് തോന്നുന്നു ഇത് മാനുവൽ ആംപ്ലിഫയർ ആയിരുന്നിരിക്കണം, അതിനാലാണ് അതിലൊരു സറൗണ്ട് ബോർഡ് കാണുന്നുണ്ട്, ഒരു പ്രോലോജിക് ബോർഡ് പോലെ. പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷനുകൾ, അതായത് ഒരു 4 റിലേൻ്റെ ഒരു ബോർഡ് കാണാണ്ട്, 2 റിലേൻ്റെ ഒരു ബോർഡ് കാണാണ്ട്, 1 റിലേൻ്റെ ഒരു ബോർഡ് കാണാണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് അഴിച്ചു മാറ്റി എല്ലാം പുതിയതായിട്ട് റീസെറ്റ് ചെയ്തെടുത്തു. പുതിയതായിട്ട് കംപ്ലീറ്റ് ബോർഡുകളെല്ലാം മാറ്റിയിട്ട് സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ കയറ്റിയിട്ട് വെച്ച് കഴിഞ്ഞാൽ 27 10 ആംപറിൻ്റെ ട്രാൻസ്ഫോമർ, അതിന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ, പിന്നെ സബ്വൂഫറിന് വേണ്ടിയിട്ട് 4 മോസ്ഫെറ്റ് IRF 240 940 വെച്ചിട്ടുള്ള 4 മോസ്ഫെറ്റ് വെച്ചിട്ടുള്ള ഒരു സബ്വൂഫർ ബോർഡ് വിത്ത് സബ് ഫിൽറ്റർ, പിന്നെ ഒരു 5 ചാനൽ ബോർഡ്, നമ്മുടെ 5 ചാനൽ ട്രാൻസിസ്റ്റർ ബോർഡാണ്. 10 ട്രാൻസിസ്റ്റർ വരുന്ന 5 ചാനലിൻ്റെ ഒരു ബോർഡ് നമ്മൾ അതിൽ സെപ്പറേറ്റ് വേറെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ 5 ചാനലിനും സെപ്പറേറ്റ് ട്രാൻസ്ഫോമറാണ്, സബ്വൂഫറിനും സെപ്പറേറ്റ് ട്രാൻസ്ഫോമറാണ്. കസ്റ്റമർക്ക് നല്ല പവർഫുൾ ആയിട്ട് വേണമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് 2 ട്രാൻസ്ഫോമർ വെച്ചതും, പിന്നെ മൊത്തം ട്രാൻസിസ്റ്റർ 5 ചാനലിന് ട്രാൻസിസ്റ്ററും പിന്നെ സബ്വൂഫറിന് മോസ്ഫെറ്റ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ എൻ്റെ ചാനലിൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. ആംപ്ലിഫയറിൻ്റെ അസംബ്ലിങ്ങിൻ്റെയും റിവ്യൂവിൻ്റെ ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉപകാരമെങ്കിൽ വീഡിയോസ് കാണുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ആംപ്ലിഫയറുകളും കാര്യങ്ങളൊക്കെ അസംബിൾ ചെയ്യാൻ എന്തിനേലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ഓക്കെ. അപ്പോൾ തുടർന്നും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.